നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രോഗ്രാമിംഗ് ബേസിക്സ് ആയിരിക്കും. അതായത് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ 3 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള സി പ്രോഗ്രാമിംഗ് സ്ട്രക്ചർ ആൻഡ് പിന്നെ ക്യാരക്ടർ സെറ്റ്, ടോക്കൺസ്, ഐഡൻറ്റിഫയേഴ്സ്, വേരിയബിൾസ്, ഡാറ്റ ടൈപ്പ്, ഇതൊക്കെ എന്താണെന്നും അതിനൊക്കെ തന്നെ പ്രിൻ്റ് എഫ്, സ്കാൻ എഫ് ഒക്കെ മീൻ ചെയ്യുന്നത് എന്തുവാന്ന്, പിന്നെ ഓപ്പറേഷൻസ് ഒക്കെ എന്തുവാന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് പാർട്ടിൽ പറയണത്. സെക്കൻഡ് പാർട്ടിൽ പറയുന്നത് എന്താ വെച്ചാൽ ഓപ്പറേറ്റേഴ്സ് ആൻഡ് എക്സ്പ്രഷൻസ് ലൈക്ക് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ഇതിനെയൊക്കെ കുറിച്ചിട്ടാണ് സെക്കൻഡ് പാർട്ടിൽ പറയുന്നത്. തേർഡ് പാർട്ട് മീൻസ് കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇവിടെയെന്ന് വെച്ചാൽ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഡിഫൈൻ ചെയ്യില്ലേ, അതുപോലെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്, വൈൽ, ഡു വൈൽ, ലൂപ്പ്, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതായത് സ്റ്റേറ്റ്മെൻറ്റ്സ്, കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെയാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ ചെറിയ പ്രോഗ്രാംസും. ഇന്നിപ്പം നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. അതായത് ബേസിക് ആയിട്ടുള്ള സി പ്രോഗ്രാമിംഗ് സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ഇപ്പം നമ്മൾ സി പ്രോഗ്രാമിംഗ് സ്ട്രക്ചർ എന്തുവാന്ന് പറയുന്നതിന് മുന്നേ തന്നെ ഈ സി ലാംഗ്വേജ് ഇൻവെൻറ്റ് ചെയ്ത ആരാന്ന് നോക്കാം. സി വാസ് ഇൻവെൻറ്റഡ് ബൈ ഡെന്നിസ് റിച്ചി ഇൻ 1972. നെക്സ്റ്റ് സ്ട്രക്ചർ എന്തുവാന്ന് നോക്കാം. ഇപ്പം ജനറലി നമുക്ക് സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇറ്റ്സ് എ പർട്ടിക്കുലർ ഫോർമാറ്റ് എന്ന് പറയാം. അതായത് ഇപ്പം ഒരു ആപ്ലിക്കേഷൻ എഴുതുന്നതിന് ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഡയറി എഴുതുന്നതിന് ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നു. അതുപോലെ തന്നെ ലെറ്റർ എഴുതുന്നതിന് നമുക്ക് ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ് ഫോളോ ചെയ്യും. അപ്പം ഏതൊരു കാര്യം ചെയ്യുന്നതിനും അതിൻ്റേതായിട്ടുള്ളൊരു ഫോർമാറ്റ് ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലും പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്നതിന് ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ്, ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം നമ്മൾ ഈ സെക്കൻഡ് മൊഡ്യൂളിൽ എന്താ പഠിക്കുന്നതെന്ന് വെച്ചാൽ സി പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറിങ് ആണ്. ഇനി അപ്പം നമുക്ക് നോക്കാം സി പ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ എന്താണ്. സി പ്രോഗ്രാം മീൻസ് ഇറ്റ്സ് എ ഫങ്ഷൻ വിത്ത് വൺ ഓർ മോർ മൊഡ്യൂൾസ് ഓർ ബിൽഡിംഗ് ബ്ലോക്സ്. അതായത് സി പ്രോഗ്രാം എന്ന് പറയുന്നത് ഒന്നോ അതോ അതിൽ കൂടുതലോ മൊഡ്യൂൾസ് വച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ബിൽഡിംഗ് ബ്ലോക്സ് കൊണ്ട് കൺസിസ്റ്റ് ചെയ്തിട്ടുള്ള ഫങ്ഷൻസ് ആണെന്ന് പറയാം. അതുപോലെ തന്നെ ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. ഫങ്ഷൻ മീൻസ് ഇറ്റ്സ് എ സബ് റൂട്ടീൻ that may include one or more statements designed to perform a specific task. അതായത് ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പം സിയിലൊരു പ്രോഗ്രാം റൈറ്റ് ചെയ്യുകയാണ്. സിയിലൊരു പ്രോഗ്രാം റൈറ്റ് ചെയ്യുമ്പം മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് മസ്റ്റാണ്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ പ്രോഗ്രാമിനെ എങ്ങനെ റൈറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അതായത് ഒറ്റ മൊഡ്യൂളായിട്ട് ലൈക്ക് ഒരു മെയിൻ ഫങ്ഷൻ യൂസ് ചെയ്തിട്ട് പ്രോഗ്രാം റൈറ്റ് ചെയ്താൽ മതിയോ, അതോ ഒരുപാട് സബ് ഫങ്ഷൻസൊക്കെ യൂസ് ചെയ്തിട്ട്, അതായത് ലാർജ് പ്രോഗ്രാം ആണെങ്കിൽ നമ്മൾ എപ്പോഴും ആ ലാർജ് പ്രോഗ്രാമിന് അങ്ങ് അതേപോലെ റൈറ്റ് ചെയ്യത്തില്ല. നമ്മൾ ലാർജ് പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാവത്തക്ക രീതിയിൽ, കുറച്ചുകൂടി എളുപ്പമാവത്തക്ക രീതിയിൽ വലിയ പ്രോഗ്രാംസിനെ ചെറിയ ചെറിയ സബ് ഫങ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഫങ്ഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും, അതായത് മെയിനിൽ ഫങ്ഷൻ കോൾ ചെയ്തിട്ടായിരിക്കും പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പ്രോഗ്രാമിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ കോഡ് എങ്ങനെ, ഇപ്പം ഒറ്റ ഫങ്ഷനായിട്ട് എഴുതണോ അതോ ഒരുപാട് ഫങ്ഷൻ യൂസ് ചെയ്തിട്ട് എഴുതണോ എന്നൊക്കെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം ഫങ്ഷൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്യുമ്പോൾ ആ പ്രോഗ്രാമിൽ പെർഫോം ചെയ്യുന്ന ടാസ്കുകൾ നമ്മൾ ആ പെർഫോം ചെയ്യാൻ പോകുന്ന ടാസ്കുകൾ നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നത് ഈ ഫങ്ഷൻസിനകത്തായിരിക്കും. അതാണ് ഈ ഫങ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ പ്രോഗ്രാമിൽ എന്ത് ടാസ്ക്കാണ് പെർഫോം ചെയ്യുന്നതെന്ന് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്
എപ്പോഴും ഫങ്ഷനുള്ളിലായിരിക്കും. നെക്സ്റ്റ് നമുക്ക് ഇനി സി പ്രോഗ്രാമിൻ്റെ കറക്റ്റ് ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഫോർമാറ്റ് ഫോളോ ചെയ്യുകയാണ് എങ്ങനെ എന്തൊക്കെയാണ് ഒരു സി പ്രോഗ്രാമിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഫോർമാറ്റ് എന്ന് നോക്കാം. ബേസിക്കലി സ്ട്രക്ചർ ഓഫ് എ സി പ്രോഗ്രാം ഈസ് ഡിവൈഡഡ് ഇൻടു 6 ഡിഫറെൻറ്റ് സെക്ഷൻസ്. അപ്പം അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ ആയിരിക്കും. പിന്നെ ലിങ്ക് സെക്ഷൻ, ഡെഫിനിഷൻ സെക്ഷൻ, ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ, മെയിൻ ഫങ്ഷൻ, ദെൻ സബ് സെക്ഷൻസ്. ഇതാണ് ഒരു സി പ്രോഗ്രാമിൻ്റെ മെയിനായിട്ടുള്ള ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു സി പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഓരോ സെക്ഷനും എന്താണെന്നും അതിൻ്റെ എക്സാമ്പിളൊക്കെ നോക്കാം. ഇതിപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സി പ്രോഗ്രാമിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്, ഒരു ഫോർമാറ്റ് തന്നെയാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ ഉണ്ട്, ലിങ്ക് സെക്ഷൻ ഉണ്ട്, ഡെഫിനേഷൻ സെക്ഷൻ ഉണ്ട്, ഗ്ലോബൽ ഡിക്ലറേഷൻ ഉണ്ട്, മെയിൻ ആൻഡ് സബ് സെക്ഷൻ. ഇത്രയാണ് ഒരു പ്രോഗ്രാം സിയിൽ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും സെക്ഷൻസും ഉണ്ട്. ഇനി നമ്മുടെ പ്രോഗ്രാമിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിൽ ഏതൊക്കെ സെക്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാം, ഏതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാമെന്നൊക്കെ തീരുമാനിക്കുന്നത്. അതായത് ഇപ്പം സിമ്പിൾ പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ നമുക്ക് സബ് സെക്ഷനിലോട്ടൊന്നും പോകേണ്ട കാര്യം വരത്തില്ല. മെയിൻ വെച്ചിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പം ഒരൊറ്റ മൊഡ്യൂൾ അല്ലെങ്കിൽ ഒരൊറ്റ മെയിനിലാണ് പ്രോഗ്രാം റൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് സബ് പ്രോഗ്രാം സെക്ഷനിലോട്ടൊന്നും പോകേണ്ടി വരത്തില്ല. അപ്പോൾ മെയിൻ വെച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അത് കണക്ക് തന്നെ നമ്മളിപ്പോൾ മെയിനകത്ത് തന്നെയാണ് എല്ലാ വേരിയബിൾസും ഡിക്ലെയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ഡെഫിനിഷൻ സെക്ഷനും അതുപോലെ തന്നെ ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷനൊന്നും വേണ്ട. അപ്പം നമ്മളുടെ പ്രോഗ്രാമിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്തൊക്കെ കൊടുക്കണം, ഏതൊക്കെ സെക്ഷൻസ് എടുക്കണം, ഏതൊക്കെ സെക്ഷൻസ് അവോയ്ഡ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഇനി ഓരോ സെക്ഷനും എന്താണെന്ന് എക്സാമ്പിളൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ. ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ മീൻസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഗിവിങ് കമൻസ്. അതായത് ഈ സെക്ഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് കൈൻഡ് ഓഫ് പ്രോഗ്രാമാണ് എന്നുള്ളതും പിന്നെ ഈ പ്രോഗ്രാം റൈറ്റ് ചെയ്ത ഓതർ ആരാണ്, ഈ പ്രോഗ്രാം എന്നാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ ഒരു പ്രോഗ്രാം നമ്മൾ റൈറ്റ് ചെയ്യുമ്പോൾ ആ പ്രോഗ്രാമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസ് അല്ലെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുന്നത്. അപ്പം അതിനൊരു എക്സാമ്പിളാണ് പറഞ്ഞേക്കുന്നത്. അപ്പം പ്രോഗ്രാമിൻ്റെ പേരെന്ന് പറയുന്നത് ഹലോ വേൾഡ് ആണ്, ഹലോ വേൾഡ് .c. നമ്മൾ സി പ്രോഗ്രാമിലാണ് പ്രോഗ്രാം എഴുതുന്നത്, അതുകൊണ്ട് തന്നെ ഫയൽ .cയിലായിരിക്കും സേവ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഫയലിൻ്റെ പേരെന്ന് പറയുന്നത് ഹലോ വേൾഡ് .c ആണ്. അത് എഴുതിയ ഓതറിൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, പിന്നെ പ്രോഗ്രാം അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനും മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത് ഇപ്പം ഈ കമൻസൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് കമൻറ്റ് ലൈൻസിനുള്ളിലാണ് കേട്ടോ. അതായത് ഈ കമൻറ്റ്സ് നമ്മൾ എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ പ്രോഗ്രാം ഫീച്ചേഴ്സ് ആൻഡ് വിച്ച് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലോജിക് ഓഫ് ദ പ്രോഗ്രാം. അതായത് ഈ കമൻറ്റ്സ് നമ്മളിങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രോഗ്രാമിൻ്റെ ലോജിക്ക് മനസ്സിലാക്കാൻ പറ്റും, അതുപോലെ തന്നെ പ്രോഗ്രാമിൻ്റെ ഫീച്ചേഴ്സൊക്കെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ പറ്റും. അതിനാണ് നമ്മളിങ്ങനെ ഡോക്യുമെൻറ്റേഷൻ സെക്ഷനിലെ പ്രോഗ്രാം കമൻറ്റ്സ് കൊടുക്കുന്നത്, ആ പ്രോഗ്രാമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ്സ് കൊടുക്കുന്നത്. അത് പ്രോഗ്രാമിൻ്റെ ലോജിക്സ് മനസ്സിലാക്കാനും ആ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കമൻറ്റ്സ് കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ there are 2 type of comments in C. സിയിൽ 2 ടൈപ്പ് കമൻറ്റ്സ് ഉണ്ട്. ഇതിൽ ഞാനിപ്പം ഒരെണ്ണം മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ, പക്ഷേ 2 ടൈപ്പ് കമൻറ്റ്സ് ഉണ്ട്. അതിൽ ഒരു കമൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് കമൻറ്റ് എന്ന് വെച്ചാൽ എ കമൻറ്റ് ദാറ്റ് സ്റ്റാർട്ട് വിത്ത് എ സ്ലാഷ് സ്റ്റാർ ആൻഡ് എൻഡ് വിത്ത് ആൻഡ് സ്റ്റാർ സ്ലാഷ് ആൻഡ് യു ക്യാൻ പ്ലേസ് ഇറ്റ്
എനിവെയർ ഇൻ ദി കോഡ്. ദാറ്റ് മീൻസ് ഒന്നെങ്കിൽ സെയിം ലൈനിൽ തന്നെ നമുക്ക് ഇത് മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ സെവറൽ ലൈൻസ് ആയിട്ട് നമുക്ക് കമൻറ്റ്സ് കൊടുക്കാം. അതാണ് പറയുന്നത്. ഒരു ടൈപ്പ് കമൻ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് /സ്റ്റാറിലായിരിക്കും, അത് എൻഡ് ചെയ്യുന്നതും */ലായിരിക്കും. ഈ രണ്ട് ഇതിനുള്ളിലായിരിക്കണം നമുക്ക് കൊടുക്കേണ്ട കമൻറ്റ്സ് ഡിഫൈൻ ചെയ്യേണ്ടത്. അത് വൺ ടൈപ്പ് ഓഫ് കമൻറ്റ്. ഇതെന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും റൈറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ സിംഗിൾ ലൈനിൽ തന്നെ റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ സെവറൽ ലൈൻസ് ആയിട്ട് നമുക്ക് റൈറ്റ് ചെയ്ത് വെക്കാം. സെക്കൻഡ് കമൻറ്റ് എന്ന് പറയുന്നത് സിംഗിൾ ലൈൻ കമൻറ്റ്സ് ആണ്. അതായത് അത് ഡിനോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ // ആയിരിക്കും. അത് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, അതുകൂടി ഉണ്ട്, നിങ്ങൾ ഓർത്തോളണം. പിന്നെ നമ്മൾ ഈ കമൻറ്റ് ലൈൻസ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഒരു പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് റൺ ചെയ്യുമ്പം എറർ വരില്ലയോ എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് വരാം. എന്നാൽ ഈ കമൻറ്റ് ലൈൻസ് നമ്മളിങ്ങനെ കൊടുത്തിട്ട് അതിനുള്ളിൽ കമൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയുള്ള കമൻറ്റ്സ് ഒന്നും കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഈ കമൻറ്റ് ലൈൻസിനകത്ത് കൊടുക്കുന്ന കമൻറ്റ്സിനെയൊക്കെ കമ്പൈലർ ഇഗ്നോർ ചെയ്യത്തേ ഉള്ളൂ. അപ്പം നമുക്ക് എറർ ഒന്നും വരത്തില്ല. അപ്പം നമ്മളൊരു പ്രോഗ്രാം റൈറ്റ് ചെയ്ത് അത് കമ്പൈൽ ചെയ്ത് റൺ ചെയ്യുമ്പോഴത്തേക്കും എറർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ കമൻറ്റ്സിനെയൊക്കെ ഈ കമൻറ്റ് ലൈൻസിനുള്ളിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. ഈ കമൻറ്റ് ലൈൻസിനുള്ളിലാണ് നമ്മൾ കമൻറ്റ് കൊടുക്കുന്നത് വെച്ചാൽ കമ്പൈൽ ചെയ്യുമ്പോൾ നമുക്ക് എറർ ഒന്നും വരത്തില്ല. കാരണം കമ്പൈലർ ഇങ്ങനെയുള്ള കമൻറ്റ് ലൈൻസിനുള്ളിൽ കമൻറ്റ്സ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യത്തില്ല, അതിനെ ഇഗ്നോർ ചെയ്യത്തേ ഉള്ളൂ. ഞാനത് നോക്കട്ടെ. നമ്മളിപ്പം സിയിലൊരു കോഡ് എഴുതി എന്നിട്ട് കമ്പൈൽ ചെയ്തിട്ട് ആണ് റൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്താണ് നമ്മൾ ഈ കമ്പൈൽ ചെയ്യുന്നത് അതറിയോ നിങ്ങൾക്ക്? ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ് ഈ കമ്പൈലർ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ലേറ്റർ സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ സി പ്രോഗ്രാമിൽ നമ്മളൊരു കോഡ് എഴുതുമെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മനസ്സിലാവുന്ന ലാംഗ്വേജിൽ, അതായത് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് ഹ്യൂമൻ റീഡബിൾ ഫോമാറ്റിലാണ് നമ്മൾ പ്രോഗ്രാം എഴുതി കൊടുക്കുന്നത്. അതായത് നമുക്കറിയാവുന്ന ആൽഫബറ്റ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എഴുതുന്നത് പ്രിൻ്റ് എഫ്. അപ്പം ഓരോ ലെറ്റേഴ്സ് നമ്മുടെ ഇംഗ്ലീഷ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന നാച്ചുറൽ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് നമ്മൾ കോഡ് റൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഈ കോഡ് നമ്മൾ സിസ്റ്റത്തിൽ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. നമ്മൾ അപ്പം ഇൻപുട്ട് കൊടുത്തിട്ട് അതിന് നമ്മൾ ഈ കോഡിനെ റൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ ആദ്യമേ കമ്പൈൽ ചെയ്യും. ഏതൊരു സി പ്രോഗ്രാമിങ്ങും ആദ്യം റൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കമ്പൈൽ ചെയ്യും. കമ്പൈൽ ചെയ്തിട്ട് അതിനെ റൺ ചെയ്യുള്ളൂ. ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. നിങ്ങൾ ഇനി ലാബിലൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ അത് നിങ്ങൾക്കപ്പം മനസ്സിലാവും. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീന് മനസ്സിലാവുന്ന ലാംഗ്വേജിലോട്ട്, അതായത് മെഷീൻ ലെവൽ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പൈൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് നമ്മുടെ ലാംഗ്വേജ്, അതായത് ഹൈ ലെവൽ ലാംഗ്വേജ്, അതിനെ കമ്പൈൽ ചെയ്യുമ്പോഴത്തേക്കും സിസ്റ്റം ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ലോ ലെവൽ ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. ദെൻ അതിനെ റൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനാണ് കമ്പൈൽ ചെയ്യുന്നത് കേട്ടോ. ഇനി മറക്കരുത്, നിങ്ങൾക്ക് ഇനി ലാബിലൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ മനസ്സിലാവും. കാരണം എപ്പോഴും ഒരു സി പ്രോഗ്രാം എഴുതുമ്പോൾ എഴുതി കഴിഞ്ഞതിന് ശേഷം കമ്പൈൽ ചെയ്തിട്ട് റൺ ചെയ്യുള്ളൂ. ഇനി നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ എന്താണെന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിങ്ക് സെക്ഷൻ. ലിങ്ക് സെക്ഷൻ മീൻസ് ഇപ്പോൾ നമ്മൾ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൺസിഡർ ചെയ്താലും അവിടെ കുറച്ച് ഇൻബിൽട്ട് ആയിട്ടുള്ള ഫങ്ഷൻസ് കാണും. ഈ ഇൻബിൽട്ട് ഫങ്ഷൻസ് എന്ന് വെച്ചാൽ ഇൻബിൽട്ട് ഫങ്ഷൻസ് എന്ന് വെച്ചാൽ അത് ഇൻബിൽട്ട് എന്ന് വെച്ചാൽ മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കീവേഡ്സ് ആണ്. കീവേഡ്സ് നമ്മുടെ ചെറിയ ഒരു കീവേഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് കോൾ ചെയ്യാൻ പറ്റുന്ന ഫങ്ഷൻസ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മൾ കീവേഡ്സ് യൂസ് ചെയ്തിട്ട് കോൾ ചെയ്യാൻ പറ്റുന്ന പാക്കേജസ് ഓർ ലൈബ്രറീസിനെയാണ് നമ്മൾ ഇൻബിൽട്ട് ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ ഏതൊരു പ്രോഗ്രാം ഇപ്പോൾ കൺസിഡർ ചെയ്താലും അവിടെ കുറച്ച് ഇൻബിൽട്ട് ആയിട്ടുള്ള ഫങ്ഷൻസ് കാണുമെന്ന് പറഞ്ഞു. ഈ ഇൻബിൽട്ട് ഫങ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ കീവേഡ് ഉപയോഗിച്ചിട്ട് ചില പർട്ടിക്കുലർ കീവേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് കോൾ ചെയ്യാൻ പറ്റുന്ന ഫങ്ഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ലൈബ്രറീസിനെ അല്ലെങ്കിൽ പാക്കേജസിനെയാണ് നമ്മൾ ഇൻബിൽട്ട് ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഇൻബിൽട്ട് ഫങ്ഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലൈബ്രറീസിനെ ഇമ്പോർട്ട് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഈ ലിങ്ക് സെക്ഷനിലായിരിക്കും. അപ്പം
ഇങ്ങനെയുള്ള ലൈബ്രറീസിനെ ഇമ്പോർട്ട് ചെയ്യുന്നതിനുള്ളൊരു യൂസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കീവേഡിനെ കോൾ ചെയ്യുമ്പം അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അതിൻ്റെ ബാക്ക് എൻഡിൽ എക്സിക്യൂട്ട് ചെയ്തോളൂ. നോർമലി ഒരു സി പ്രോഗ്രാമിംഗ് ലൈബ്രറിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡ് ഏതാണെന്ന് വെച്ചാൽ ഹാഷ് ഇൻക്ലൂഡാണ്. മനസ്സിലായോ? അതായത് നോർമലി ഒരു സി പ്രോഗ്രാമിംഗ് ലൈബ്രറീസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കീവേഡ് ഏതെന്ന് വെച്ചാൽ ഹാഷ് ഇൻക്ലൂഡ്. നമ്മൾ സി പ്രോഗ്രാമിൽ എപ്പോഴും നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് വെച്ചിട്ടാണ് ലൈബ്രറീസ് ഡിഫൈൻ ചെയ്യുന്നത്. ഹാഷ് ഇൻക്ലൂഡ് നോർമലി യൂസ് ചെയ്യുന്ന ലൈബ്രറി ഏതാണെന്ന് വെച്ചാൽ ഹാഷ് ഇൻക്ലൂഡ് stdio.h. അതായത് stdio.h മീൻസ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു ലൈബ്രറിയാണ്. ഏതൊരു സി പ്രോഗ്രാമിംഗ് നമ്മൾ റൈറ്റ് ചെയ്താലും ഈ ഹാഷ് ഇൻക്ലൂഡ് stdio.h മസ്റ്റാണ്. അത് കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിനനുസരിച്ചിട്ട് തന്നെ വേറെ കൊടുക്കാം. അതായത് ഹാഷ് ഇൻക്ലൂഡ് conio.h ഉണ്ട്, ഹാഷ് ഇൻക്ലൂഡ് math.h, അങ്ങനെ കുറച്ച് ഉണ്ട്. അത് നമ്മുടെ പ്രോഗ്രാമിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് കൊടുക്കാം. പക്ഷേ ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്ന് പറയുന്ന ലൈബ്രറി മസ്റ്റാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായി കാണും. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്നുകൊണ്ടും പറയാം. ലിങ്ക് സെക്ഷൻ എന്ന് വെച്ചാൽ, ലിങ്ക് സെക്ഷൻ മീൻസ് ദിസ് പാർട്ട് ഓഫ് ദി കോഡ് ഈസ് യൂസ്ഡ് ടു ഡിക്ലെയർ ദി ഹെഡർ ഫയൽസ് ദാറ്റ് വിൽ ബി യൂസ്ഡ് ഇൻ ദി പ്രോഗ്രാം. ആ ഹെഡർ ഫയൽസിനെ നമ്മൾ ലൈബ്രറീസ് എന്നൊക്കെ പറയുന്നത്. ഹാഷ് ഇൻക്ലൂഡ് stdio.h, ഹാഷ് ഇൻക്ലൂഡ് conio.h, ഈ ഹെഡർ ഫയൽസിനെയൊക്കെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിങ്ക് സെക്ഷൻ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. ദെൻ ദിസ് ലീഡ്സ് ടു ദ കമ്പൈലർ ബീങ് ടോൾഡ് ടു ലിങ്ക് ദ ഹെഡർ ഫയൽസ് ടു ദി സിസ്റ്റം ലൈബ്രറീസ്. ഇതാണ് ഞാനിപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. അതിനുള്ള എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് തന്നെയാണ്. ഹാഷ് ഇൻക്ലൂഡ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്ന ഹെഡർ ഫയൽ അല്ലെങ്കിൽ ബേസിക്കലി യൂസ് ചെയ്യുന്ന ലൈബ്രറി ഏതാണെന്ന് വെച്ചാൽ ഹാഷ് ഇൻക്ലൂഡ് stdio.h ആണ്. stdio എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഡെഫിനിഷൻ സെക്ഷൻ. The definition section defines all symbolic constants and also define the user defined functions. അതായത് നമ്മൾ യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫങ്ഷൻസിൻ്റെ ബോഡീസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസിന് അവോയ്ഡ് ചെയ്തിട്ടുള്ള പാർട്ടിനെയാണ് നമ്മൾ ഡെഫിനിഷൻ സെക്ഷനിൽ ഡിക്ലെയർ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ, അതായത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സിയിലൊരു പ്രോഗ്രാം റൈറ്റ് ചെയ്യുമ്പം മെയിൻ എന്തായാലും കമ്പൾസറിയാണ് സി പ്രോഗ്രാമിൽ. അപ്പം മെയിനെ കൂടാണ്ട് നമ്മൾ വേറൊരു ഫംഗ്ഷൻ കോൾ ചെയ്യുകയാണ്. ഇപ്പോൾ വേറൊരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യണം. അതായത് ഇപ്പോൾ യൂസർ ഡിഫൈൻ ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ പറയാം. അതിൻ്റെ ബോഡിയൊക്കെ ഡിക്ലെയർ ചെയ്യുന്നത് ഈ ഡെഫിനിഷൻ സെക്ഷനിലാണ് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വോയിഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നൊരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു. ഈ വോയിഡ് എന്നൊക്കെ പറഞ്ഞ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ വോയിഡ് ആണോ അതോ ഇൻറ്റ് ആണോ കൊടുക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് കേട്ടോ. ഇപ്പോൾ വോയിഡ് മീൻസ് ഇപ്പം വോയിഡ് ഫംഗ്ഷൻ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ദാറ്റ് മീൻസ് ഇപ്പം ഈ ഫംഗ്ഷനിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുമെങ്കിലും മെയിനുള്ളിൽ ഒരു ഔട്ട്പുട്ട് റിട്ടേൺ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ വോയിഡ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പം വോയിഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഫംഗ്ഷനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുമെങ്കിലും നമ്മുടെ മെയിനകത്ത് ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു വാല്യൂയും റിട്ടേൺ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ഫംഗ്ഷനാണ് വോയിഡ് എന്ന് പറയുന്നത്. സപ്പോസ് ഇപ്പം നമ്മൾ വോയിഡ് ഒരു ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്ത് ആ ഫംഗ്ഷനകത്ത് കുറച്ച് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് ആ എക്സിക്യൂട്ട് ചെയ്ത് കിട്ടിയ ഔട്ട്പുട്ട് വാല്യൂ നമ്മൾ മെയിനകത്ത് റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇൻറ്റ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് ഡിഫൈൻ ചെയ്യാം. അപ്പം നമ്മൾ ഓരോ ഫംഗ്ഷനും വോയിഡ് ആണോ ഇൻറ്റ് ആണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അതിൻ്റെ റിട്ടേൺ ടൈപ്പ് അനുസരിച്ചിട്ടാണ്, വാല്യൂ റിട്ടേൺ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്. അപ്പം വാല്യൂ ഒന്നും മെയിൻലി റിട്ടേൺ ചെയ്യില്ല എങ്കിൽ നമുക്ക് വോയിഡ് വെച്ചിട്ട് ഡിഫൈൻ ചെയ്യാം. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻറ്റ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. മനസ്സിലായി കാണുമായിരിക്കും. ഒന്നുകൂടി പറയാം. ഇപ്പോൾ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ വോയിഡ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്തു. ഈ ഫംഗ്ഷനകത്ത് കുറച്ച് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. പക്ഷേ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് ഒന്നും മെയിനകത്ത് റിട്ടേൺ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷൻ നമുക്ക് വോയിഡ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം.
അതുപോലെ തന്നെ ഇപ്പം ഒരു ഫംഗ്ഷനകത്ത് കുറച്ച് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇപ്പം അതിൻ്റെ വാല്യൂ നമ്മൾ മെയിനകത്ത് റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇൻഡ് എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിച്ചിട്ട് മെൻഷൻ ചെയ്യാം. അപ്പം നമ്മൾ ഈ യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ്റെയൊക്കെ ബോഡീസിനെ എവിടെയാണ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡെഫിനേഷൻ സെക്ഷനിലായിരിക്കും. ആ ഇൻസ്ട്രക്ഷൻ പാർട്ട് കാണത്തില്ല, ജസ്റ്റ് ആ ബോഡി മാത്രമേ ഡിഫൈൻ ചെയ്യത്തുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ there are some variables that are used in more than one function. Such variables are called global variables and are declared in the global declaration section that is outside of all the functions. അതായത് നമ്മളിപ്പം ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ ചില വേരിയബിൾസ് എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിൽ നമ്മളുടെ പ്രോഗ്രാമിൽ പല സ്ഥലങ്ങളിലായിട്ട് യൂസ് ചെയ്യേണ്ടി വരും. ചില വേരിയബിൾസിന് നമുക്ക് പല സ്ഥലങ്ങളിൽ യൂസ് ചെയ്യേണ്ടി വരും ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്. അല്ലെങ്കിൽ ഒരു ഇപ്പം അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ചില വേരിയബിൾസിന് നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് യൂസ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള വേരിയബിൾസിന് നമുക്ക് ഗ്ലോബൽ വേരിയബിൾസ് എന്നാണ് പറയുന്നത്. അപ്പം പല സ്ഥലങ്ങളിലായിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്ന വേരിയബിൾസിന് നമുക്ക് ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറയാം. അപ്പം ഇങ്ങനെയുള്ള ഗ്ലോബൽ വേരിയബിൾസിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷനിലായിരിക്കും. ഇതെന്ന് പറയുന്നത് എല്ലാ ഫംഗ്ഷൻ്റെയും പുറത്തായിരിക്കും, ഔട്ട്സൈഡ് ദ ഫംഗ്ഷൻ ആയിരിക്കും. അപ്പം ഇൻസൈഡ് ദ ഫംഗ്ഷനിലാണ് നമ്മളിപ്പോൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് ഡിക്ലറേഷൻ പാർട്ട് എന്ന് പറയാം. ഇപ്പം ഒരു ഫംഗ്ഷൻ്റെ അകത്തല്ല, ആ ഫംഗ്ഷന് പുറത്താണ് നമ്മൾ വേരിയബിൾസിന് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്ക് ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയാം. അപ്പോൾ ഈ ഗ്ലോബൽ വേരിയബിൾസ് എവിടെയാണ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗ്ലോബൽ വേരിയബിൾ ഡിക്ലറേഷൻസ് ആ സെക്ഷനിലായിരിക്കും. ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ, അവിടെയായിരിക്കും ഈ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യുന്നത്. നെക്സ്റ്റ് മെയിൻ ഫംഗ്ഷൻ. എവരി സി പ്രോഗ്രാം മസ്റ്റ് ഹാവ് ഓൺ മെയിൻ ഫംഗ്ഷൻ. അതായത് ഞാൻ പറഞ്ഞു എല്ലാ സി പ്രോഗ്രാമിനും ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. The program will always begin by executing the main function which may access other functions. അതായത് ഏതൊരു പ്രോഗ്രാമും സിയിൽ എഴുതുന്ന ഏതൊരു പ്രോഗ്രാമും ബിഗിൻ ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷൻ എന്നായിരിക്കും. മെയിൻ ഫംഗ്ഷനിൽ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സിനെയും ലൈൻ ബൈ ലൈൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ഫംഗ്ഷൻ കോൾ ചെയ്യുന്നെങ്കിൽ കറസ്പോണ്ടിങ് ഫംഗ്ഷനിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ സി ലാംഗ്വേജിലൊരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞ് അതിനെ കമ്പയർ ചെയ്ത് റൺ ചെയ്യുമ്പോൾ അത് എപ്പോഴും ബിഗിൻ ചെയ്യുന്നത്, ആ പ്രോഗ്രാം എപ്പോഴും ബിഗിൻ ചെയ്യുന്നത് മെയിൻ നിന്നായിരിക്കും. മെയിൻ നിന്ന് എക്സിക്യൂട്ട് ചെയ്ത് വന്നിട്ടാണ് സബ് ഫംഗ്ഷൻസിലോട്ടൊക്കെ പോകുന്നത് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ദ സെക്ഷൻ കണ്ടെയ്ൻ 2 പാർട്സ്, ഡിക്ലറേഷൻ പാർട്ട് ആൻഡ് എക്സിക്യൂട്ടബിൾ പാർട്ട്. അതായത് മെയിൻ ഫംഗ്ഷനകത്ത് 2 പാർട്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് ഡിക്ലറേഷൻ പാർട്ട്, മറ്റൊന്ന് എക്സിക്യൂട്ടബിൾ പാർട്ട്. ഡിക്ലറേഷൻ പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ എക്സിക്യൂട്ടബിൾ പാർട്ടിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് ഒക്കെ കാണില്ലയോ, ഈ വേരിയബിൾസിനെയൊക്കെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാർട്ടാണ് ഡിക്ലറേഷൻ പാർട്ട്. അതായത് എക്സിക്യൂട്ടബിൾ പാർട്ടിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസിന് നമ്മൾ എവിടെയാണ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിക്ലറേഷൻ പാർട്ടിൽ. ഇനി എക്സിക്യൂട്ടബിൾ പാർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതായത് ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ടാസ്കൊക്കെ സ്റ്റേറ്റ് ചെയ്യുന്ന ആ പോർഷനാണ് എക്സിക്യൂട്ടബിൾ പാർട്സ് എന്ന് പറയുന്നത്. അവിടെ there is at least one statement in the executable part. എക്സിക്യൂട്ടബിൾ പാർട്ടിൽ മിനിമം ഒരു സ്റ്റേറ്റ്മെൻ്റ് എങ്കിലും ഉണ്ടായിരിക്കണം. ഇനി ഈ 2 പാർട്സും, അതായത് ഡിക്ലറേഷൻ പാർട്ടും എക്സിക്യൂട്ടബിൾ പാർട്ടും അപ്പിയർ ചെയ്യുന്നത് ഇൻ ബിറ്റ്വീൻ 2 ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രേസസ് ആയിരിക്കും. നോട്ട് 2, ഇൻ ബിറ്റ്വീൻ ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രേസസ്. എനിക്ക് മിസ്റ്റേക്ക് വന്നതാണ് കേട്ടോ. ഒന്നുകൂടി പറയാം. ഈ 2 പാർട്സ് നമ്മൾ മെയിൻ ഫംഗ്ഷനകത്ത് 2 പാർട്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഡിക്ലറേഷൻ പാർട്ട് ആൻഡ് എക്സിക്യൂട്ടബിൾ പാർട്ട്. ഡിക്ലറേഷൻ പാർട്ടിൽ എന്താ പറയണതെന്ന് വെച്ചാൽ നമ്മൾ എക്സിക്യൂട്ടബിൾ പാർട്ടിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസിനെയൊക്കെ ഡിക്ലെയർ ചെയ്യുന്നത് ഡിക്ലറേഷൻ പാർട്ടിലാണെന്ന് പറഞ്ഞു. ഇനി എക്സിക്യൂട്ടബിൾ പാർട്ട് എന്ന് പറയുമ്പം അവിടെ മിനിമം ഒരു സ്റ്റേറ്റ്മെൻ്റ് എങ്കിലും ഉണ്ടായിരിക്കണമെന്നും പറഞ്ഞു. ഇനി ഈ 2 പാർട്സും
അപ്പിയർ ചെയ്യുന്നത് ഇൻ ബിറ്റ്വീൻ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രേസസ് ആണെന്ന് പറഞ്ഞു. ആൻഡ് ദ ക്ലോസിംഗ് ബ്രേസസ് ഓഫ് ദി മെയിൻ ഫംഗ്ഷൻ ഈസ് ദ ലോജിക്കൽ എൻഡ് ഓഫ് ദി പ്രോഗ്രാം. അതായത് ഈ ക്ലോസിംഗ് ബ്രേസസ് വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം അവിടെ വെച്ചിട്ട് പ്രോഗ്രാം സ്റ്റോപ്പായി എന്നാണ്. അതാണ് ലോജിക്കൽ എൻഡ് ഓഫ് ദി പ്രോഗ്രാം. ആൻഡ് ഓൾ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദി ഡിക്ലറേഷൻ ആൻഡ് എക്സിക്യൂട്ടീവ് പാർട്സ് എൻഡ്. അവിടെ വെച്ചിട്ട് നമ്മളെ ഡിക്ലറേഷൻ പാർട്ടിലെയും എക്സിക്യൂട്ടീവ് പാർട്ടിലെയും സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എൻഡ് ആവും. അതായത് ക്ലോസിംഗ് ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ലോസിംഗ് ബ്രേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനർത്ഥം എന്ന് വെച്ചാൽ ആ പ്രോഗ്രാം അവിടെ വെച്ച് സ്റ്റോപ്പായി എന്നാണ്. അതായത് ഇനി അവിടുത്തെ നമ്മുടെ മെയിൻ ഫംഗ്ഷനകത്ത് ഉള്ള ഡിക്ലറേഷൻ പാർട്ടിൽ അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് പാർട്സിലെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും അവിടെ സ്റ്റോപ്പായി എന്നാണ് അർത്ഥം. ഒരു എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്. ഇത് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ പറഞ്ഞു. മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു മെയിനകത്ത് 2 പാർട്സ് ഉണ്ടെന്ന്, ഡിക്ലറേഷൻ പാർട്ട് ആൻഡ് എക്സിക്യൂട്ടീവ് പാർട്ട്. ഇതാണ് ഈ ഇൻറ്റ് എ = 10 എന്ന് പറയുന്നതാണ് ഡിക്ലറേഷൻ പാർട്ട്. അത് കണക്ക് തന്നെ എക്സിക്യൂട്ടീവ് പാർട്ട് എന്ന് പറയുന്നത് പ്രിൻ്റ് %d, a ആൻഡ് റിട്ടേൺ 0. ഇതാണ് എക്സിക്യൂട്ടീവ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ എക്സാമ്പിൾ പ്രോഗ്രാമിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഡിക്ലറേഷൻ പാർട്ടും എക്സിക്യൂട്ടീവ് പാർട്ടും എവിടെയാണുള്ളത്? ഇൻ ബിറ്റ്വീൻ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രേസസ്. ഈ 2 ബ്രാക്കറ്റ്സിനും ഇടയിലല്ലയോ ഡിക്ലറേഷൻ പാർട്ടും എക്സിക്യൂട്ടബിൾ പാർട്ടും ഉള്ളത് ആണ്. ഇതാണ്ടേ ഓപ്പണിംഗ് ബ്രാക്കറ്റ്, ക്ലോസിംഗ് ബ്രാക്കറ്റ്, ഇതിന് രണ്ടിനും ഇടയ്ക്കായിട്ട് നമ്മുടെ 2 പാർട്സും ഉണ്ട്. അതുപോലെ തന്നെ ഇനി അടുത്തതെന്ന് വെച്ചാൽ ഡിക്ലറേഷൻ പാർട്ടെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു നമ്മൾ എക്സിക്യൂട്ടീവ് പാർട്ടിൽ യൂസ് ചെയ്യുന്ന വേരിയബിളിനെയൊക്കെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വേരിയബിളിനെയൊക്കെ നമ്മൾ ഡിക്ലറേഷൻ പാർട്ടിലാണ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ ഇപ്പം പറഞ്ഞു ഈ പ്രോഗ്രാമിൽ പ്രിൻ്റ് %d, a ആൻഡ് റിട്ടേൺ 0 ഇതാണ് നമ്മുടെ എക്സിക്യൂട്ടബിൾ പാർട്ടെന്ന് പറഞ്ഞു. ഇപ്പം ഈ എക്സിക്യൂട്ടബിൾ പാർട്ടിൽ യൂസ് ചെയ്ത വേരിയബിൾ ഏതാണെന്ന് വെച്ചാൽ a ആണ്. ഈ വേരിയബിളിനെ നമ്മൾ ഡിക്ലറേഷൻ പാർട്ടിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഇൻറ്റ് a = 10 എന്നും പറഞ്ഞിട്ട്. ഇനി ഈ ഇൻറ്റ് a എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഈ ഫസ്റ്റ് പാർട്ടിൽ, അതായത് നമ്മുടെ ഈ മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ടിൽ തന്നെ പഠിച്ച് വരും. അപ്പം കുറേശ്ശെ പഠിക്കാം. ഇപ്പം നിങ്ങൾ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കിയിരുന്നാൽ മതി. നെക്സ്റ്റ് എന്ന് പറയുന്നത് സബ് പ്രോഗ്രാം സെക്ഷൻ. ഈ സബ് പ്രോഗ്രാം സെക്ഷൻ എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആയിരിക്കും കേട്ടോ. ദ സബ് പ്രോഗ്രാം സെക്ഷൻ കണ്ടെയ്ൻസ് ഓൾ ദ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ദാറ്റ് ആർ കോൾഡ് ഇൻ ദി മെയിൻ ഫങ്ഷൻ. അതായത് സബ് പ്രോഗ്രാം അല്ലെങ്കിൽ സബ് സെക്ഷൻ എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആയിരിക്കും. അത് കോൾ ചെയ്യുന്നത് എവിടെയായിരിക്കും? മെയിൻ ഫങ്ഷനിലായിരിക്കും. ഞാൻ പറഞ്ഞ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് സി പ്രോഗ്രാമിൽ ഒരു പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് റൺ ചെയ്യുമ്പോൾ അത് ബിഗിൻ ചെയ്യുന്നത് മെയിനിൽ നിന്നാണെന്ന് പറഞ്ഞു. മെയിനിൽ നിന്ന് ഓരോ ലൈൻസും എക്സിക്യൂട്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് വന്നിട്ട് മെയിനകത്ത് ഫങ്ഷൻ കോളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വന്നിട്ട് കറസ്പോണ്ടിങ് ഫങ്ഷനിലോട്ട് പോകും. അങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്ത് സിയിൽ പ്രോഗ്രാം റൺ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് പ്രോഗ്രാമൊക്കെ ലാബിൽ പോയി ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. നിങ്ങൾക്കിപ്പം ഞാൻ പറഞ്ഞ ഇത്രയും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി നെക്സ്റ്റ് ഇതെന്ന് പറയണത് നമ്മുടെ ഒരു സാമ്പിൾ പ്രോഗ്രാമാണ് പറയണത്. ഇതിപ്പോൾ നിങ്ങൾ കാണാതെ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു സാമ്പിൾ പ്രോഗ്രാം തന്നിരിക്കുന്നേ ഉള്ളൂ. അതായത് ഞാൻ പറഞ്ഞു നമ്മുടെ സി പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് 6 ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഈ 6 സെക്ഷൻസും റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഈ തന്നിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് സെക്ഷൻ ഏതായിരുന്നു? ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ. ഡോക്യുമെൻറ്റേഷൻ സെക്ഷനിൽ എന്താണെന്നാണ് പറഞ്ഞത്? യൂസ്ഫുൾ ഫോർ ഗിവിങ് കമൻസ് എന്ന് പറഞ്ഞു. അതില്ലയോ? അതായത് ഡോക്യുമെൻറ്റേഷൻ സെക്ഷനിലാണ് പറയണത് പ്രോഗ്രാമിൻ്റെ ഏത് ടൈപ്പ് അല്ലെങ്കിൽ ഏത് കൈൻഡ് ഓഫ് പ്രോഗ്രാമാണ്, ആരാണ് ഓതർ, ഡേറ്റ്, ഡിസ്ക്രിപ്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡോക്യുമെൻറ്റേഷൻ സെക്ഷനിലാണ് പറയണതെന്ന് പറഞ്ഞു. ആ കാര്യങ്ങളെല്ലാം ഇവിടെ
ഇല്ലയോ? ഇതാണ് ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിങ്ക് സെക്ഷൻ. ലിങ്ക് സെക്ഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞു, നമ്മുടെ ഹെഡർ ഫയൽസൊക്കെ ഡിക്ലെയർ ചെയ്യുന്ന പോർഷനാണ് ലിങ്ക് സെക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ്ട് നമ്മുടെ മെയിൻ ലൈബ്രറി പറഞ്ഞേക്കുന്നുണ്ടോ, #stdio.h. ഇതാണ് നമ്മുടെ ലിങ്ക് സെക്ഷൻ. അപ്പം നമ്മുടെ സി പ്രോഗ്രാമിൻ്റെ 2 സെക്ഷൻസ് വന്നിട്ടുണ്ട്. ഇനി തേർഡ് വൺ എന്താണെന്ന് ഡെഫിനിഷൻ സെക്ഷൻ. ഡെഫിനിഷൻ സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളും കോൺസെപ്റ്റ്സും ഒക്കെ എവിടെയാണ് ഡെഫിനിഷൻ സെക്ഷനിലാണ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ കാര്യം ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ഏതാണെന്ന് വെച്ചാൽ ഗ്ലോബൽ ഡിക്ലറേഷൻ. ഗ്ലോബൽ ഡിക്ലറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസ്, പല സ്ഥലങ്ങളിലായിട്ട് യൂസ് ചെയ്യുന്ന വേരിയബിൾസിന് നമുക്ക് ഗ്ലോബലി ഡിക്ലെയർ ചെയ്യാമെന്ന് പറഞ്ഞു. ആ വേരിയബിൾസിന് നമ്മൾ ഔട്ട്സൈഡ് ദ ഫംഗ്ഷൻ ആയിരിക്കും ഡിക്ലെയർ ചെയ്യുന്നത്. ഒരു പ്രോഗ്രാമിൽ പല സ്ഥലങ്ങളിലായിട്ട് യൂസ് ചെയ്യുന്ന വേരിയബിൾസിനെ നമുക്ക് ഔട്ട്സൈഡ് ദ ഫംഗ്ഷൻ, അതായത് ഗ്ലോബലി ഡിക്ലെയർ ചെയ്യാം. അത് തന്നെയാണ് നേരത്തെ പറഞ്ഞത്. ആ വേരിയബിൾസിൻ്റെ പറയുന്നതാണ് ഗ്ലോബൽ വേരിയബിൾസ്. അപ്പം അതെവിടെയാണ് കൊടുത്തിട്ടുള്ളത്? താണ്ട് ഇവിടെ ഉണ്ട്. ഗ്ലോബൽ ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ടോ? പോയി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. ആ മെയിൻ ഫംഗ്ഷനകത്ത് ഡിക്ലറേഷൻ പാർട്ടും വന്നിട്ടുണ്ട്. ഡിക്ലറേഷൻ പാർട്ട് എടുക്കുന്നുണ്ടോ? പിന്നെ എക്സിക്യൂട്ടബിൾ പാർട്ടും വന്നിട്ടുണ്ട്. ഇവിടെ സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് ആണോ? അല്ല, 4 സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. എക്സിക്യൂട്ടബിൾ മെയിൻ ഫംഗ്ഷനകത്ത് ഡിക്ലറേഷൻ പാർട്ടിലാണ് ഫ്ലോട്ട് 6 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എക്സിക്യൂട്ടബിൾ പാർട്ടും വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മെയിൻ ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫ്ലോട്ട് ഏരിയ ഫ്ലോട്ട് 6 എന്ന് പറഞ്ഞിരിക്കുന്നില്ല, ഇതാണ് നമ്മുടെ സബ് സെക്ഷൻ, അതായത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. അപ്പം ഈ പ്രോഗ്രാമിൽ നമ്മുടെ സി സ്ട്രക്ചറിൻ്റെ 6 സെക്ഷൻസും മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ റൈറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കോഡാണ് പ്രിൻറ്റ് ഹലോ വേൾഡ്. അതായത് നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീനിൽ ജസ്റ്റ് ഹലോ വേൾഡ് എന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം. അത്രയേ ഉള്ളൂ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിലിപ്പം നമ്മുടെ സിയുടെ ഫുൾ സ്ട്രക്ചർ ഒന്നും ഫോളോ ചെയ്തിട്ടില്ല. ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ ഉണ്ട്, പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ലിങ്ക് സെക്ഷൻ ഉണ്ട്, പിന്നെ ഉള്ളത് മെയിനാണ്. ഇത്ര സെക്ഷൻസേ ഇവിടെ ഉള്ളൂ. ഇവിടെയാണെങ്കിൽ ഗ്ലോബൽ ഡിക്ലറേഷൻ വന്നിട്ടില്ല, ഡെഫിനിഷൻ സെക്ഷൻ ഇല്ല, പിന്നെ സബ് സെക്ഷനും ഇല്ല. അത് സാരമില്ല. നമ്മുടെ ഈ 6 സെക്ഷൻസ് എന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള സിയുടെ സ്ട്രക്ചറാണ്. ഇനി ഇതിൽ നിന്നും ഈ ബേസിക് സ്ട്രക്ചറിൽ നിന്നും നമ്മുടെ പ്രോഗ്രാമിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടാണ് നമുക്ക് ഏതൊക്കെ സെക്ഷൻസ് യൂസ് ചെയ്യാം, ഏതൊക്കെ സെക്ഷൻസ് ഇപ്പം നമ്മളെ പ്രോഗ്രാമിന് ഏതൊക്കെ സെക്ഷൻസ് യൂസ് ചെയ്യാം, ഏതൊക്കെ സെക്ഷൻസ് യൂസ് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പം ചെറിയ പ്രോഗ്രാം, ഇതുപോലത്തെ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിലും ചെറിയ പ്രോഗ്രാം, ഒറ്റ ഫംഗ്ഷനിലൊക്കെ റൈറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ സബ് സെക്ഷൻ ഒന്നും വേണ്ടി വരത്തില്ല. അപ്പം ഡെഫിനിഷൻ സെക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളും വേണ്ടി വരത്തില്ല. ഡിക്ലറേഷൻ കാര്യങ്ങളും വരത്തില്ല. ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷനും വേണ്ടി വരത്തില്ല. ലാർജ് പ്രോഗ്രാമൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് സബ് സെക്ഷൻ വരുന്നതും ഡെഫിനിഷൻ സെക്ഷൻ വരുന്നതും ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷനും ഒക്കെ വരുന്നത്. സ്മോൾ പ്രോഗ്രാംസ് ആണെങ്കിൽ ഇത്രയൊന്നും വേണ്ടി വരത്തില്ല. ഇത്ര കാര്യങ്ങളൊക്കെ മതിയായിരിക്കും. ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ വേണമെങ്കിൽ കൊടുക്കുക, വേണ്ടാച്ചാൽ കൊടുക്കണ്ട. ലിങ്ക് സെക്ഷൻ മസ്റ്റാണ് കേട്ടോ, അത് എല്ലാ പ്രോഗ്രാമിലും മസ്റ്റാണ്. പിന്നെ നമുക്ക് ഇതിപ്പോൾ ചെറിയ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഞങ്ങളുടെ മെയിനിലോട്ട് കയറുക ചെയ്തത്. വേറെ അതൊക്കെ ഡെഫിനേഷൻ സെക്ഷൻ ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ സബ് സെക്ഷൻ ഉണ്ടായിരുന്നില്ല, ഗ്ലോബലായിട്ടുള്ള ഡിക്ലറേഷൻ സെക്ഷൻ ഉണ്ടായിരുന്നില്ല. ഇത് നോക്കാം. ഇവിടെ ഹലോ വേൾഡ് എന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചാൽ മതിയായിരുന്നു. അതുകൊണ്ട് ആദ്യമേ ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ ലിങ്ക് സെക്ഷൻ വന്നു. #stdio.h. എല്ലാ സി പ്രോഗ്രാമിനും ഇത് മസ്റ്റാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. അത് കഴിഞ്ഞിട്ട് മെയിൻ ഫംഗ്ഷൻ ആയിരുന്നു.
കൊടുത്തു, ഇൻറ്റ് മെയിൻ എന്ന് പറഞ്ഞ് കൊടുത്തു. മെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്പണിംഗ് ബ്രാക്കറ്റ് കൊടുത്തു. ഓപ്പണിംഗ് ബ്രാക്കറ്റ് കൊടുത്തതിന് ശേഷം എന്താ പ്രിൻറ്റ് ചെയ്ത് കാണിക്കേണ്ടത്, അതിനെ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കാണിക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റിനെ പ്രിൻ്റ് എഫ് എന്ന് പറയുന്ന കീവേഡിനകത്ത് കൊടുക്കാം. പ്രിൻ്റ് എഫ് എനിക്ക് പ്രിൻറ്റ് ചെയ്ത് എൻ്റെ ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണിക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഹലോ വേൾഡ് എന്നായിരുന്നു. അപ്പം ഞാൻ പ്രിൻ്റ് എഫിനകത്ത് ഡബിൾ കോഡ്സിനുള്ളിൽ ഹലോ വേൾഡ് എന്ന് കൊടുത്തു. പിന്നെ 0 വാല്യൂ റിട്ടേൺ ചെയ്തു. ഒരു 0 വാല്യൂ റിട്ടേൺ ചെയ്യാണ്ട് നമുക്ക് റൺ ചെയ്യാം, പ്രശ്നമില്ല. വേണമെങ്കിൽ റിട്ടേൺ ചെയ്താൽ മതി, 0 റിട്ടേൺ ചെയ്യുക, അല്ല വെച്ചാൽ റിട്ടേൺ ചെയ്യേണ്ട. അത് നമ്മുടെ ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ചിട്ട്. ദെൻ അവിടെ വെച്ചിട്ട് നമുക്ക് എനിക്ക് ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചാൽ മതി. അപ്പം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പ്രോഗ്രാം അവിടെ വെച്ചിട്ട് സ്റ്റോപ്പായി. സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റിനെ ക്ലോസ് ചെയ്തു. അപ്പം മെയിൻ ഫംഗ്ഷൻ ക്ലോസ് ചെയ്തതോടെ പ്രോഗ്രാം അവിടെ വെച്ചിട്ട് ലോജിക്കലി സ്റ്റോപ്പായി എന്നാണ് അർത്ഥം. ഇവിടെ എനിക്ക് ഈ പ്രോഗ്രാമിൽ നോക്കൂ, ഇവിടെ എക്സിക്യൂട്ടബിൾ പാർട്ട് മാത്രമേ ഉള്ളൂ, ഡിക്ലറേഷൻ പാർട്ടൊന്നുമില്ല. എന്തെന്ന് വെച്ചാൽ ഹലോ വേൾഡ് എന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചാൽ മതിയായിരുന്നു. അപ്പം ഇവിടെ ഇൻപുട്ടിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഡിക്ലറേഷൻ പാർട്ടില്ല, എന്നാൽ എക്സിക്യൂട്ടബിൾ പാർട്ടുണ്ട്. അതാണ് എക്സിക്യൂട്ടബിൾ പാർട്ട്. എക്സിക്യൂട്ടബിൾ പാർട്ട് മസ്റ്റാണ്. ഇതാണ് ഒരു സിമ്പിൾ ഹലോ വേൾഡിൻ്റെ പ്രോഗ്രാം. ഇനി നിങ്ങൾക്ക് ഇതിപ്പം ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മളിപ്പം ബേസിക് സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ പേര് പ്രിൻറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം എഴുതുക. നിങ്ങളുടെ അവരവരുടെ പേര് പ്രിൻറ്റ് ചെയ്യണം. അപ്പം സിമ്പിളാണല്ലോ, അറിയാമല്ലോ. വേണമെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ കൊടുക്കാം, ഇല്ല വെച്ചാൽ അത് അവോയ്ഡ് ചെയ്യുക. മെയിനായിട്ട് കൊടുക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഹാഷ് ഇൻക്ലൂഡ് stdio.h കൊടുക്കുക. ദെൻ മെയിൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് പ്രിൻ്റ് എഫ് എന്താണ് പ്രിൻറ്റ് ചെയ്ത് കാണിക്കേണ്ടത്, നമ്മുടെ പേരാണ് കൊടുക്കേണ്ടത്. അപ്പം ഈ ഹലോ വേൾഡ് എന്നുള്ളതിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ നമ്മുടെ പേര് കൊടുക്കുക. 0 വാല്യൂ വേണമെങ്കിൽ റിട്ടേൺ ചെയ്യുക, ഇല്ലെങ്കിൽ നമുക്ക് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇതാണ് നമ്മുടെ പേര് പ്രിൻറ്റ് ചെയ്ത് കാണിക്കാനുള്ള ഒരു സി പ്രോഗ്രാം. അപ്പം ഇതിപ്പം ഹലോ വേൾഡ് ആയിരുന്നു. നിങ്ങളിപ്പോൾ നിങ്ങളുടെ നോട്ടിൽ എന്താ എഴുതേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ പേര്, ഓരോരുത്തരുടെയും പേര്, അവരവരുടെ പേര് പ്രിൻറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്യട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്ര മതി. ഇന്നിപ്പോൾ നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള സി പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ്. നമുക്ക് സി പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറിന് 6 ഡിഫറെൻറ്റ് സെക്ഷനായിട്ട് കാറ്റഗറൈസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിന് ഓരോ സെക്ഷനും എന്താണെന്നൊക്കെ നോക്കിയിട്ടുണ്ട്. ഇന്ന് ഇത്ര മതി. താങ്ക് യു.